ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. ഞാനിപ്പോൾ വീഡിയോ രാത്രിയിലാണ് എടുക്കുന്നത്. രാത്രിയിലാണ് എടുക്കാൻ സമയം കിട്ടുന്നുള്ളൂ കേട്ടോ. ട്രാഫിക്കിലാണുള്ളത്. ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാനിപ്പം പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ സ്റ്റാൻഡേർഡിനെ കുറിച്ച് 5 മൈനസ് അതിൻ്റെ പോരായ്മകളും അതിൻ്റെ പരിഹാരങ്ങളും പറഞ്ഞിരുന്നു. സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഏറ്റവും കൂടുതൽ ജനകീയമായ വാഹനമാണ് ക്ലാസിക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ മൈനസ് പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്നൊന്നും ദേഷ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താണെങ്കിലും ഒരു റൈഡർ, ഒരു വണ്ടി ഓടിക്കുന്ന ആൾ, സ്ഥിരമായിട്ട് ബുള്ളറ്റ് ഉപയോഗിക്കുന്ന ഒരാൾ എന്ന നിലയിൽ, പല വാഹനങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്ന ആൾ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ക്ലാസിക്കിൻ്റെ പോരായ്മകൾ, ക്ലാസിക് യൂസ്ഡ് വണ്ടി എടുക്കുന്ന ആൾ, ഇപ്പോൾ ഉള്ള ആളുകൾ ഇപ്പോൾ എന്തായാലും അതിൻ്റെ പോരായ്മകൾ ഉൾക്കൊണ്ട് വണ്ടി ഓടിക്കുന്ന ആൾ തന്നെ ആയിരിക്കും. വലിയ പോരായ്മ ഒന്നല്ലോട്ടെ ഞാൻ പറയുന്നത്, വലിയ കുറ്റം അടിച്ച് ഒട്ടിച്ച് തേക്കാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല. വണ്ടി എടുക്കാൻ പോകുന്ന ആളുകൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് റോയൽ എൻഫീൽഡ് ക്ലാസിക് എന്ന് പറഞ്ഞാൽ പക്ക ഒരു ക്ലാസിക് ലുക്കിൽ ഇറക്കിയിട്ടുള്ള വണ്ടിയാണ്. പഴയ കാലത്ത് ഈ ഒരു ക്ലാസിക് രൂപത്തിലുള്ള വാഹനം റോയൽ എൻഫീൽഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വേർഷൻ തന്നെയാണ് ഒരു G5 എന്ന നിലക്ക്, ജനറേഷൻ 5 എന്ന നിലക്ക് ഇറക്കിയിട്ടുള്ള വണ്ടിയാണ് UC ക്ലാസിക്. അപ്പം ക്ലാസിക് തന്നെയാണ് കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ജനകീയമായ വാഹനം, ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ള വാഹനം ക്ലാസിക് തന്നെയാണെന്ന് തോന്നുന്നു. വണ്ടി ഇറങ്ങിയ 2009, 2010 സമയങ്ങളിൽ. പിന്നെ തണ്ടർബേർഡാണ് ഈ റോയൽ എൻഫീൽഡിനെ ഒരു എന്താ പറയുക ഐക്കോണിക് ബ്രാൻഡ് എന്ന നിലക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നെങ്കിലും, ജനകീയമാക്കിയ വാഹനം തണ്ടർബേർഡ് ആണെങ്കിലും, ഈ ഒരു കാറ്റഗറിയിൽ പിന്നെ ക്ലാസിക്കാണ് ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ള വണ്ടി എന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ. എനിക്കറിയില്ല, കൃത്യമായിട്ട് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. കാരണം റോഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വണ്ടി ക്ലാസിക്കാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിൻ്റെ കണക്കെടുക്കാനോ ഇതിൻ്റെ ഇതെടുക്കാനോ ഞാൻ പോകുന്ന ആളല്ല. എന്നാലും പൊതുവായിട്ടുള്ള ഒരു വാഹനത്തിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സർവീസ് സെൻ്റർ അടുത്തുണ്ട്, ഏറ്റവും കൂടുതൽ വരുന്ന വാഹനം വെച്ച് നോക്കുകയാണെങ്കിലും തണ്ടർബേർഡൊക്കെ വളരെ കുറവാണെന്ന് തന്നെ പറയാം. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ക്ലാസിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിലുള്ള വണ്ടി. അപ്പോൾ തണ്ടർബേർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു റെട്രോ സ്റ്റൈൽ എന്ന നിലക്ക് ബുള്ളറ്റുമായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ലാത്ത ഒരു ഡിസൈൻ എന്നായിരിക്കാം പഴയ കാലത്ത് തണ്ടർബേർഡിൽ അല്ല എന്ന് പിന്തിരിയാനുള്ള കാരണം. അപ്പോൾ ക്ലാസിക്കിൻ്റെ കാര്യത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ക്ലാസിക് എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു ലോങ് റൈഡിന് ഉദ്ദേശിക്കുന്നെങ്കിൽ, അത്യാവശ്യം ഒരു ലോങ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് എങ്കിൽ എനിക്ക് തോന്നുന്നു ക്ലാസിക് അത്ര ഒരു നല്ല വണ്ടി എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കുറച്ച് ഒരു പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഹാൻഡ്ലിങ് സിറ്റി റൈഡിങ്ങിന് ഓക്കെയാണ്. അല്ല, സിറ്റി റൈഡിങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ല വണ്ടി ക്ലാസിക് തന്നെ ആയിരിക്കും. അതല്ല, ഹൈവേ റൈഡിങ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്ലാസിക് അത്ര ഒരു നല്ല വണ്ടി അല്ല. ഒന്നാമതിൻ്റെ സീറ്റിംഗ് ആണെങ്കിലും, പില്ലൻ സീറ്റിംഗ് ആണെങ്കിലും അത്ര കംഫർട്ട് അല്ല സീറ്റിംഗ്. പിന്നെ ഫ്രണ്ട് സീറ്റിംഗ് ഓക്കെ, അത്യാവശ്യം സ്പ്രിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ട് തരുന്നുണ്ട്. പില്ലൻ റൈഡേഴ്സിന് അത്ര കംഫർട്ടായിട്ടുള്ള റൈഡ് പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല ക്ലാസിക്. ഇനി ജെ-സീരീസിലേക്ക് പോവുകയാണെങ്കിൽ, ജെ-സീരീസ് ക്ലാസിക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം സ്പ്രിംഗ് സീറ്റ് അല്ലാത്തത് കൊണ്ട് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പുറകിലെ സീറ്റ് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് വൈഡായിട്ടാണ് കൊടുത്തേക്കുന്നത്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ആ ഒരു ഹാൻഡ്ലിങ് ജെ-സീരീസിൽ വരുമ്പോൾ കുറച്ച് ഒരു ഷോർട്ട് ഹാൻഡിലായതുകൊണ്ട്, സാധാ സ്റ്റാൻഡേർഡിൽ കൊടുക്കുന്ന ഹാൻഡിലിനേക്കാളും ഒരു ക്ലാസിക് ഷോർട്ട് ഹാൻഡിൽ ആയതുകൊണ്ട് തന്നെ അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഹാൻഡ്ലിങ്ങും ആ ഒരു വണ്ടി കൊടുക്കുന്നില്ല. കൺട്രോളിങ് സിറ്റി റൈഡിങ്ങിന് ഓക്കെ, കൺട്രോളിങ് ഷോർട്ട് ഹാൻഡിൽ തന്നെയാണ് ഏറ്റവും കൺട്രോൾ ചെയ്യാൻ എളുപ്പവും. നമുക്ക് പെട്ടെന്ന് ഒടിച്ച് വളച്ചൊക്കെ പോകാനൊക്കെ നല്ല ഷോർട്ട് ഹാൻഡിൽ തന്നെയാണ്. പക്ഷേ ഹൈവേ റൈഡിങ് വരുന്ന സമയത്ത് കുറച്ച് റിലാക്സ് ആയിട്ട് കൈയൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് പിടിക്കാൻ പറ്റിയ ഹാൻഡിലായിട്ട് കുറച്ച് നന്നാവുക. അപ്പോൾ ഈ ക്ലാസിക് സംബന്ധിച്ചിടത്തോളം ഹാൻഡിൽ ബാർ വലിയൊരു നെഗറ്റീവ് തന്നെയാണ്. ലോങ് റൈഡിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആയിട്ട് വല്ല ഹാൻഡിലൊക്കെ വെച്ച് പോകണമെങ്കിൽ കുറച്ചൊരു കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, പില്ലർ റൈഡേഴ്സിനെ വെച്ചിട്ട് ആണ് ഈ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. പില്ലർ റൈഡിങ്ങിന് വീക്കാണ്. അതേമാതിരി ഹാൻഡിൽ ബാർ ക്ലാസിക് എല്ലാ ആളുകൾ കുറച്ചുകൂടി ഹൈലി സ്റ്റാൻഡേർഡിന് ഹാൻഡിലൊക്കെ വെച്ച് കുറച്ചുകൂടി ഒന്ന് റിലാക്സ് ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ക്ലാസിക്കിൻ്റെ ഒരു മൈനസായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു മൈനസ് എന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റാർട്ട് വേഴ്സൺ സ്റ്റാൻഡേർഡ് ഒരു കമ്പയർ ചെയ്യുന്ന സമയത്ത് സെൽഫ് സ്റ്റാർട്ടിൻ്റെ ഒരു വിഷയം, സെൽഫ് സ്റ്റാർട്ട് അടിക്കടി കംപ്ലയിൻറ്റ് വരുന്നു എന്നുള്ളതാണ്. ക്ലാസിക് എടുക്കാൻ പോകുന്ന ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള വലിയ ഒരു ഇതായിട്ട് ആളുകൾ കാണാറുണ്ട്.
സെൽഫ് സ്റ്റാർട്ട് എന്നുള്ളത് നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ ഫീച്ചറാണ്. അതിന് എക്സ്ട്രാ മെയിൻ്റനൻസ് കോസ്റ്റ് നമുക്ക് വരും. അത് നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവുള്ളൂ. സെൽഫ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വാഹനം ഓടിക്കാൻ. കിക്ക് ചെയ്ത് 350 cc വാഹനം ചില സമയത്ത് കിക്കർ ടൈറ്റ് വരാണ്ട് അതിന് ഡീകംപ്രഷണർ ഓട്ടോ ഡീകംപ്രഷൻ എല്ലാം ഇത് വീക്കാണ് സമയത്ത് കിക്കർ ടൈറ്റ് വരും. ആ ടൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കിക്കർ ചവിട്ടി ഇതാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി, കാലുവേദന മുട്ടുവേദന ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ക്ലാസിക് എന്നുള്ളതിലേക്ക് 4700 രൂപ അതിന് ആ ഒരു 1 വേ ക്ലച്ചിന് വില വരുന്നുണ്ട്. പുതിയ വില എങ്ങനെയാണെന്നുള്ള പുതിയ വന്നിട്ട് അപ്ഡേഷൻ തരാം. ഏതായാലും ആ ഒരു വില വരുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് അത് വലിയൊരു ചിലവായിട്ട് തോന്നാറുണ്ട്. അതൊരു മൈനസാണ് എന്ന് പറയാം. പക്ഷേ അത് മൈനസായിട്ട് എടുക്കണ്ട. അത് അത്യാവശ്യം നമുക്കൊരു അഡ്വാൻറ്റേജ് ആയതുകൊണ്ട് അവർ എടുക്കേണ്ട. ഒരു എക്സ്ട്രാ ഒരു ഫീച്ചറായിട്ട് കണ്ടിട്ട് അതിനും മനസ്സിലാക്കിയാൽ മതി. പക്ഷേ അതിന് ഒരു ചിലവ്, ഇത്ര ഒരു ചിലവ് വരുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറയുന്ന ഒരു മൈനസ്. ഞാൻ പറയുന്ന മൈനസ് അല്ല കേട്ടോ. പിന്നെ ക്ലാസ്സിക്ക് എടുക്കാൻ പോകുന്ന ആളുകളെ ഞാൻ പറഞ്ഞു. പിന്നെ അടുത്തത് സ്റ്റാൻഡേർഡ് കമ്പയർ ചെയ്യുന്ന സമയത്ത് പില്ലർ റൈഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. സ്റ്റാൻഡേർഡ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ സ്റ്റാൻഡേർഡ് കിക്കർ സ്റ്റാർട്ടാണ്, ക്ലാസിക് സെൽഫ് സ്റ്റാർട്ടാണ്. അത് വേറൊരു വശം. ആ സെൽഫ് സ്റ്റാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്നുള്ള ഓക്കെ, ആ സെൽഫ് സ്റ്റാർട്ട് നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്. സ്റ്റാൻഡേർഡിന് അതില്ല എന്നുള്ള കാര്യമാണ്. ES BS6 മാത്രം വന്നിട്ടുള്ളത്. പിന്നെ വേയും ഒരു മൈനസ് പറയാനുള്ളത് ഇതിൻ്റെ ടോർക്കാണ് കേട്ടോ. അതായത് ബുള്ളറ്റ് എന്ന നിലക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു CI എൻജിൻ ബുള്ളറ്റ് ഉപയോഗിച്ച ഒരാളുകൾക്ക്, പഴയ പോലുള്ള ബുള്ളറ്റ് ഉപയോഗിച്ച് പരിചയമുള്ള ഒരാളുകൾ ഒരിക്കലും ക്ലാസിക്കിൽ അംഗീകരിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ J series വാഹനം വരുന്ന ആളുകൾക്ക് ഇപ്പം ബുള്ളറ്റ് ഓടിച്ച ആൾക്ക് പോയി പറയുന്ന എല്ലാവരും പറയും, നമ്മോട് പറയുന്ന ഒരു ബൈക്ക് ഓടിക്കുന്ന ഫീലാണ്, സാധാ ഒരു ബൈക്ക് ഓടിക്കുന്ന ഫീലാണ് J series പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ CI എൻജിൻ ഇറങ്ങിയ സമയത്ത്, UC എൻജിൻ ഇറങ്ങിയ സമയത്ത്, CI എൻജിൻ ഉള്ള സമയത്ത് UC ഇറങ്ങിയിരുന്നു. UC ഇറങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നത് എന്താ, അത് പക്കാ ബൈക്കാണ്, ഒരു ബൈക്കാണ്. കാരണം ആ ഒരു സൈലൻസറിൻ്റെ ആ ഒരു എക്സോസ് നോട്ടൊന്നും കറക്റ്റ് UC എൻജിൻ്റെ CI എൻജിൻ്റെ മാത്രം എഫക്റ്റീവ് അല്ലായിരുന്നു. പിന്നെ കാറ്റലിക് കൺവേർട്ടർ കുറച്ചും കൂടെ ഒരു ഇതായതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി ഒരു സൈലൻ്റ് ആക്കിയിട്ട് വണ്ടി ഇറക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ആ വണ്ടി പക്ക സൈലൻ്റ്, CIനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ സൈലൻ്റ് ആയിരുന്നു. ആ ഒരു സമയത്ത് ഇറങ്ങിയതുപോലെ തന്നെയാണ് ഇപ്പോൾ J series കുറിച്ചും പറയുന്നത്. J series പക്ക ഒരു ബൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ ടോർക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടോർക്ക് ഇല്ല എന്നുള്ളതല്ല, ടോർക്ക് ഉണ്ട്. അതായത് ടോപ്പ് ഗിയറിലൊരു 40 അല്ല 50, മിക്കവാറും വാഹനങ്ങൾ 45 to 50 എബോവ് ഒക്കെ വണ്ടി ഓടുള്ളൂ. അത് നമ്മൾ വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചാണ് വണ്ടി ഓടുക. അതായത് വണ്ടി എത്ര കിലോമീറ്റർ ഓടി, വണ്ടി സ്മൂത്ത് ആണോ, ചെയിനൊക്കെ കറക്റ്റ് പ്ലേ ആണോ, അതല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ, ട്യൂണിങ്ങും കാര്യങ്ങളെല്ലാം പെർഫോമൻസ് ഒക്കെ പക്ക ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 45 എബോവ് വണ്ടി ടോപ്പ് ഗിയറിൽ ഓടും. അതല്ല എങ്കിൽ 50 എബോവ് മാത്രം 5ാമത്തെ ഗിയറിൽ വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റില്ല. അത് അടിക്കടി ഗിയർ ഷിഫ്റ്റിംഗ് ആവശ്യമുണ്ട് എന്നുള്ളത് ക്ലാസിക്കിൻ്റെ ഒരു പോരായ്മ തന്നെയാണ്. സ്റ്റാൻഡേർഡിന് ക്ലാസിക്കും തണ്ടർബേർഡും ഓക്കെ സെയിം ഇത് തന്നെയാണ് കേട്ടോ. UCയിലേക്ക് വരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് J series ഓക്കെ. J series എല്ലാ വണ്ടികളും സെയിം എഫക്റ്റാണ്, സെയിം ടോർക്കാണ്, സെയിം എഞ്ചിനാണ് J seriesന് വരുന്നത്. യാതൊരു മാറ്റവും ഇല്ല. സ്റ്റാൻഡേർഡിന് 100 ഒന്നും മാറ്റമില്ല. അത് സെയിം 6 കിലോ ക്രാങ്ക് വെയിറ്റ് കൊണ്ടായിട്ടാണ് J series വണ്ടികളൊക്കെ വരുന്നത്. അതുകൊണ്ട് അത് 40 ടോപ്പ് ഗിയറിൽ നല്ല 40 സ്പീഡിൽ ക്രാങ്ക് വെയിറ്റിനല്ല അവിടെ അടിസ്ഥാനം. ലോങ് സ്ട്രോക്ക് ആയതുകൊണ്ട് തന്നെ അത് നല്ല ഇതിൽ ടോർക്ക്, ലോൻ്റെ ടോർക്ക്, റോയൽ എൻഫീൽഡിലെ ലോൻ്റെ ടോർക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് 40ൻ്റെ ചോടാ വണ്ടി ഓടും. 40ൻ്റെ ആ ലെവലിൽ എന്താണ് ടോപ്പിൽ J series വേണ്ടത് എല്ലാം ഓടും. ഞാൻ UC വണ്ടീനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ UC വണ്ടി ഈ ഒരു സ്റ്റാൻഡേർഡും ക്ലാസിക്കും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് ഒരു പിന്നെ ടോപ്പ് ഗിയറിൽ എത്തിക്കഴിഞ്ഞാൽ 5ാമത്തെ ഗിയർ ഇടണം എന്തുണ്ടെങ്കിൽ 45ൻ്റെ മുകളിൽ 50ൻ്റെ മുകളിൽ പോയാൽ തന്നെ കറക്റ്റായിട്ട് ആ പഞ്ചിൽ വണ്ടി ഓടാൻ പറ്റുള്ളൂ എന്നുള്ളതൊരു മൈനസാണ്. അത് ഒരിക്കലും ഒരു പുതിയതായിട്ടൊരു ബുള്ളറ്റ് എടുക്കുന്ന ആൾക്ക് ഇത് ഫീൽ ചെയ്യില്ല. കാരണം സാധാരണ ബൈക്ക് ഓടിച്ച ആളുകൾക്കെല്ലാം ഒരു ടോർക്ക് ഏകദേശം സെയിം ആയിരിക്കാം. പക്ഷേ ഒരു ബുള്ളറ്റ് എന്ന നിലക്ക് ഓടിക്കുന്ന ഒരാളുകൾക്ക് ഇതിൻ്റെ ഒരു വണ്ടി 4-5ാമത്തെ ഗിയറിൽ കുത്തി കളിക്കുന്നത് കൊണ്ടൊരു ബുദ്ധിമുട്ടാണ്. നേരെ ഒരു സ്റ്റാൻഡേർഡിന് ഒരു 35ൻ്റെ 40ൻ്റെ തോടായിട്ട് നമുക്ക് ടോപ്പ് ഗിയറിൽ വണ്ടി ഓടിക്കാൻ പറ്റും. അത് ലോ സ്പീഡിൽ വണ്ടി ആസ്വദിച്ച് പോകാമെന്നുള്ളതാണ്. ഇത് അങ്ങനെ ആസ്വദിച്ച് പോകണമെന്നുണ്ടെങ്കിൽ 4ാമത്തെ ഗിയറിലാവണം. അപ്പോൾ കുറച്ച് സ്മൂത്ത് കുറയും ചെയ്യും. അതാണ് സംഭവം.
ഇതാണ് ക്ലാസിക്കിൻ്റെ മെയിനായിട്ടുള്ള 3 പിന്നെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ. ബാക്കി അതർവൈസ് നിങ്ങൾ വണ്ടി എടുക്കാൻ ഉപയോഗിക്കുന്ന നിങ്ങളെ ഹൈറ്റും വെയിറ്റും അനുസരിച്ചുള്ള വാഹനം സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ക്ലാസിക് തന്നെ വേണം, നല്ല സ്റ്റാൻഡേർഡ് തന്നെ വേണമെന്നല്ല. അത് വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഓടിക്കാൻ വേണ്ടിയുള്ള വാഹനം, മറ്റുള്ളവരെ കാണിക്കാൻ എന്നതിലുപരിയായിട്ട് നമുക്ക് ആ വണ്ടി ഈസി ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റിയ വാഹനത്തിൽ നമുക്ക് ഇഷ്ടം തോന്നില്ല. എല്ലാം വാഹനത്തിൽ വെറുപ്പ് തോന്നും, വേണ്ടെന്നായി പോകും. അപ്പോൾ എടുത്ത് പെട്ടു എന്നുള്ള നിലയിലാവും. അപ്പോൾ ഏതൊരു വണ്ടിയാണെങ്കിലും അതിൻ്റെ ആ ഒരു ജെ-സീരീസിൽ വരുന്ന വണ്ടികളൊക്കെ എല്ലാം തന്നെ നമ്മൾ കംഫർട്ട് വൈസ് മാത്രം നോക്കുക. പിന്നെ പ്രൈസ് വൈസ് ഓരോ ഡിഫറെൻ്റ് ഓരോ വണ്ടിക്ക് ഉണ്ടാവും. പക്ഷേ എൻജിൻ വൈസ് എല്ലാം സെയിം ആണ്. കംഫർട്ട് വൈസ് നോക്കുക വണ്ടി കേട്ടോ. ടോർക്കും കാര്യങ്ങളും നോക്കണം. നമ്മൾ ഹാൻഡ്ലിങ്ങിൽ കംഫർട്ട് വൈസ് നോക്കുക. പിന്നെ ക്ലാസിക്കിൽ തന്നെ ബാക്കിൽ ഡ്രം ബ്രേക്ക് വരുന്നുണ്ട്, അതേമാതിരി തന്നെ ഡിസ്ക് ബ്രേക്കും വരുന്നുണ്ട് BS4-ന്. അപ്പോൾ ഇതിൽ വലിയൊരു വിഷയം എനിക്ക് പറയാനുള്ളത്, ഡ്രം ബ്രേക്ക് മോഡലാണോ ഡിസ്ക് ബ്രേക്ക് മോഡലാണോ കൂടുതൽ എഫക്റ്റീവ് ബ്രേക്കിങ്ങിന് എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്ക് ബ്രേക്ക് മോഡൽ എനിക്ക് എപ്പോഴും ഡിസ്ക് ബ്രേക്ക് മോഡൽ എനിക്ക് തോന്നുന്നു ഹൈ റേഞ്ച് മേഖലയിൽ പറ്റാത്ത വണ്ടിയാണ് ഡിസ്ക് ബ്രേക്ക് മോഡൽ എന്ന് തന്നെ എനിക്ക് പറയാം കേട്ടോ. കാരണം അതിന് ഒരിക്കലും ബാക്ക് ഡിസ്കുള്ള വണ്ടികൾ ഹൈ ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ ചെറു റബ്ബറാണ് RMC കിറ്റിൽ വരുന്നത്. ഈ ഓവറായിട്ട് ബോയിലായി കഴിഞ്ഞാൽ സംഗതി ചവിട്ടി പിടിക്കുമ്പോൾ ഓവലായിട്ട് ആ ഒരു എന്താ പറയുക, റോട്ടറിൻ്റെ ചൂട് ഡിസ്ക് പാഡിലേക്ക് പോകുമ്പോൾ പിസ്റ്റണിലേക്ക് പോകുമ്പോൾ പിസ്റ്റൺ ബാക്കിലുള്ള ഫ്ലൂയിഡിനെ ഹീറ്റാക്കും. ഫ്ലൂയിഡ് ബോയിൽ ചെയ്യാൻ തുടങ്ങും. ബോയിലായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ പിസ്റ്റൺ റബ്ബർ സോഫ്റ്റ് ആവും. അങ്ങനെ ബ്രേക്ക് കംപ്ലീറ്റ് റിലീസായി പോകും. ചവിട്ടിയാൽ കിട്ടില്ല. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ ഓക്കെ നോർമലാവും. അപ്പോൾ ഇത് അതിൻ്റെ കംപ്ലയിൻസ് അല്ല. അതുകൊണ്ട് നമ്മൾ ചവിട്ടി പിടിച്ച് ബാക്കിൽ ചവിട്ടി ബ്രേക്കിൽ കാല് വെച്ച് ഓടുന്ന ആളുകൾക്ക് ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡിസ്ക് ബ്രേക്ക് എന്ന വാഹനം ബാക്കിലുള്ള വാഹനം ഉപയോഗിക്കരുത്. ഹൈ റേഞ്ച് മേഖലയിൽ ഒരിക്കലും നിങ്ങൾ ബാക്ക് ഡിസ്കിലെ വണ്ടി ഉപയോഗിക്കരുത്. നിങ്ങളെ ബാക്ക് ഡിസ്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഒന്നുമല്ല. ശരിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആളെക്കൊല്ലി എന്ന് പറയാം ബാക്ക് ഡിസ്ക് ബ്രേക്ക്. അപ്പം ബാക്ക് ഡിസ്ക് ബ്രേക്ക് വേണ്ട, ബാക്ക് ഡ്രം ബ്രേക്ക് മാത്രം ഉപയോഗിക്കുക. എത്ര ചവിട്ടി പിടിച്ചാൽ അത് ഹീറ്റായിട്ട് ഒരു സൗണ്ട് ഉണ്ടാവും എന്നല്ലാതെ അത് ബ്രേക്ക് കംപ്ലീറ്റ് ഒഴിവായി പോകുന്ന വിഷയം ഡ്രം ബ്രേക്കിന് ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ ഇറക്കുന്ന സമയത്ത് ഗിയർ ഡൗൺ ചെയ്ത് ഗിയർ എൻജിൻ ബ്രേക്കിങ്ങിൽ വേണം വാഹനം ഇറങ്ങാൻ. അത്യാവശ്യം ബ്രേക്ക് അപ്ലൈ ചെയ്താൽ ഡിസ്ക് ബ്രേക്ക് ഓക്കെയാണ്. എങ്കിലും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഹൈ റേഞ്ച് മേഖലയിലുള്ള ആളുകൾ ഒരിക്കലും നിങ്ങളെ വണ്ടി അല്ല വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സ്ഥലത്ത് കുറേ കയറ്റങ്ങൾ ഇറക്കങ്ങളുണ്ട്. ഡിസ്ക് ബ്രേക്കില്ല, ബാക്ക് ഡിസ്ക് ബ്രേക്ക് പാടെ ഒഴിവാക്കുക. അത് വളരെയധികം ഞാൻ വളരെ പിന്നെ എന്താ പറയുക സ്ട്രോങ് ആയിട്ട് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഡിസ്ക് ബ്രേക്കുള്ള വണ്ടികൾ ബാക്ക് ഡിസ്ക് ബ്രേക്ക് ഒഴിവാക്കുക. അപ്പോൾ UC സ്റ്റാൻഡേർഡ് ആണെങ്കിലും കൂടെ നിങ്ങൾ ഹൈവേ റൈഡിങ്ങിന് ഓക്കെയാണ്. ഹൈവേ റൈഡിങ്ങിന് പിന്നെ ഡിസ്ക് ബ്രേക്ക് പ്രശ്നമൊന്നുമില്ല. കാല് വെച്ച് വല്ലാതെ ഹീറ്റാക്കി കുറച്ച് ഓടി കഴിയുമ്പോൾ റോട്ടർ ചിലപ്പോൾ മാറ്റേണ്ടി വരും. സ്ഥിരമായിട്ട് ബ്രേക്ക് കാല് വെച്ച് ഓടുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഹീറ്റായിട്ട് ആ റോട്ടർ കംപ്ലൈൻറ്റ്, അതായത് ഡിസ്ക് പാഡ് പോകും. പാഡ് ടെമ്പറായി കഴിഞ്ഞാൽ ബ്രേക്ക് പിടിച്ച് അങ്ങനെ സ്ലിപ്പായി കഴിഞ്ഞാൽ പോവുള്ളൂ, ബ്രേക്ക് കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഡിസ്ക് ബ്രേക്ക് ഉപയോഗിക്കുന്ന ആളുകൾ എപ്പോഴും ആ രീതിയിൽ തന്നെ കെയർ ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. കഴിയുന്നതും ഏറ്റവും നല്ല ബ്രേക്കിംഗ് എഫിഷ്യൻസി പറഞ്ഞാൽ ഫ്രണ്ട് ഡിസ്ക് ബാക്ക് ഡ്രമ്മാണ്. ചവിട്ടി പിടിച്ച് അവിടെ നിൽക്കും കേട്ടോ. പിന്നെ ABSൻ്റെ അഡ്വാൻറ്റേജ് ശരിക്കും ക്ലാസിക്കിൽ ബാക്ക് ഡിസ്കില്ലാതെ ഡുവൽ ചാനൽ ABS വർക്കാവില്ല എന്നുള്ളത് ഓക്കെയാണ് സംഗതി. അത് ABSനേക്കാൾ പ്രധാനം. ABSലൊക്കെ ഹൈ സ്പീഡിൽ നമ്മൾ മഴക്കാല ഘട്ടങ്ങളൊക്കെ എമർജൻസി ഘട്ടങ്ങൾ മാത്രമേ ABSൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇത് ഓൾ ടൈം നമുക്ക് എഫക്റ്റ് ഫീൽ ആവുന്നതാണ് സാധാ ബ്രേക്കിംഗ്. ഒരു ചെറിയ ഓട്ടത്തിന് പോലും സാധാ ബ്രേക്കിംഗ് നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് ഡിസ്ക് ബ്രേക്ക് ബാക്കിൽ വരുന്ന ആ ഒരു മോഡൽ നിങ്ങൾ ഹൈ റേഞ്ച് മേഖലയിൽ ഉപയോഗിക്കാതെ വെക്കുക. ഇതാണ് എനിക്ക് ക്ലാസിക്കിൻ്റെ കാര്യം പറയാനുള്ളത്. തണ്ടർബേർഡ് ആണെങ്കിലും കൂടെ തണ്ടർബേർഡ് ഡിസ്ക് ബ്രേക്ക് മാത്രമേ വരുന്നുള്ളൂ. തണ്ടർബേർഡാണ് വർഷമായിട്ട് ഉപയോഗിക്കുന്നത്. ഇറങ്ങി അന്ന് മുതൽ പിന്നെ ഡീറ്റിൽ വന്ന അന്ന് മുതൽ ബാക്ക് ഡിസ്ക്കാണ് വരുന്നത്. പഴയ മോഡലിന് ഡ്രം ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മൈനസ് ക്ലാസിക്കിൻ്റെ വരുമ്പോൾ. അപ്പോൾ ക്ലാസിക്കിൻ്റെതായിട്ട് മൈനസ് അല്ല, ബാക്ക് ഡിസ്ക് ബ്രേക്കുള്ള വണ്ടികൾക്ക് ഒരു മൈനസ് ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്യാമറ താന്നിട്ടാണ് ഉണ്ടായിരുന്നത്, സോറി ഇത്രയും നേരം സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു കാര്യം. പിന്നെ ക്ലാസിക്ക്
എല്ലാ പാർട്സുകളും ഏകദേശം സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത്, യാതൊരു മാറ്റങ്ങളും ഇല്ല. എല്ലാ എൻജിൻ്റെ ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ സെയിം ഷെയർ ചെയ്യുന്ന, എല്ലാം തന്നെ സെയിമായിട്ട് എല്ലാ ഭാഗങ്ങളും സെയിമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തണ്ടർബേർഡ് ആണെങ്കിലും ക്ലാസിക് ആണെങ്കിലും സ്റ്റാൻഡേർഡിന് മാത്രം ക്രാങ്ക് വെയിറ്റ് കുറച്ച് കൂടുതലുണ്ട്. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തണ്ടർബേർഡിൻ്റെ കാര്യത്തിൽ മാത്രമാണ് പിന്നെ കുറച്ച് ലൈറ്റ് ഫിറ്റിങ്സ്. അതേമാതിരി ഫ്രണ്ടിലെ ഫോർക്ക് 45 mm 41 mm ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു കാര്യങ്ങൾ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. സർവീസ് വൈസ് എല്ലാ വണ്ടികളും സെയിം തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾക്ക് വിടുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങളും എൻ്റെ ഒരു എക്സ്പീരിയൻസും എൻ്റെ ഒരു അനുഭവങ്ങളുമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്ന ആളുകൾ ജെ സീരീസ് ആണെങ്കിലും മറ്റേ സാധാ UC ആണെങ്കിലും ക്ലാസിക് എന്ന സെഗ്മെൻറ്റിലേക്ക് പോണ സമയത്ത് നിങ്ങളെ റൈഡിങ് കംഫേർട്ട് എത്രയാണോ, എത്ര ലോങ് ആണ് വണ്ടി ഡെയിലി ഓടാനുള്ളതല്ല, അപ്പോൾ എത്ര കൂടുതലായിട്ട് ലോങ് റൈഡ് മാത്രം ഓടുന്ന ആളുകൾ ഒരിക്കലും ക്ലാസിക് എന്ന വാഹനം ഒഴിവാക്കിയായിരിക്കും നന്നാവുമെന്ന് ഞാൻ പറയുന്നു. കാരണം അതൊരിക്കലും ഒരു ലോങ് റൈഡിന് വണ്ടി എന്നുള്ള വണ്ടിയായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ കാറ്റഗറിയിൽ പറ്റിയ ഒരു ലോങ് റൈഡിൻ്റെ വണ്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബാക്കിയുള്ള വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആയിരിക്കാം, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ റോയൽ എൻഫീൽഡുകളുടെ വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യും. റോയൽ എൻഫീൽഡിലെ കാറ്റഗറിയിലെ സെഗ്മെൻറ്റിൽ ഓരോ സെഗ്മെൻറ്റിലെ വണ്ടികൾ അതിൻ്റെ ഓരോ മോഡൽ വെച്ച് നോക്കുകയാണ്. തണ്ടർബേർഡ് അല്ല, മെറ്റിയോർ, ഹണ്ടർ, സൂപ്പർ മെറ്റിയോർ, അങ്ങനെ ഒരുപാട് കാറ്റഗറി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ക്ലാസിക് എന്ന വാഹനം ഒരു സിറ്റി റൈഡ് വാഹനം മാത്രം, ഹണ്ടറിൻ്റെ കാറ്റഗറി പെടുന്ന വാഹനമായിട്ട് അത്യാവശ്യം ചെറിയൊരു ലോങ് റൈഡിന് മാത്രം പറ്റിയൊരു വണ്ടിയായിട്ട് മാത്രമേ എനിക്ക് പരിഗണിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പം ക്ലാസിക് എടുക്കുന്ന ആളുകൾ നിർബന്ധമായിട്ട് എന്നോട് ഈ ഒരു കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും അത് നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ആവാൻ സാധ്യത ഉള്ളതും നിങ്ങൾ എടുത്തു കഴിഞ്ഞെങ്കിൽ ശരിക്കും എഫക്റ്റ് ആവുന്നതുമായ കാര്യങ്ങളാണ് ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ വേറെ സംശയത്തിൻ്റെ കാര്യമൊന്നും തന്നെയില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.